ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു ഈവനിങ് സ്നാക്സിനെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് അവൽ സാദം എന്നാണ് പറയുന്നത്. പല നാട്ടിൽ പല രീതിയിൽ പറയാറുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് അവലാണ്. അവലെന്ന് പറയുമ്പോൾ പല കാറ്റഗറിയിലും നമുക്കറിയാം. റെഡ് കളറിൽ, അതായത് നമ്മുടെ ചമ്പ അവൽ നമുക്ക് ലഭ്യമാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് വെള്ള അവലാണ്. ഇവിടെ എല്ലാവർക്കും വെള്ള അവൽ വെച്ചിട്ടുള്ള ഡിഷസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെള്ള അവലാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച ഉടനെ തന്നെ അവൽ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത്. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കല്ലോ എന്തെങ്കിലും തരികളോ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പാറ്റിയിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രം നമ്മൾ നന്നായിട്ടത് ചൂടാതിന് ശേഷം ഈ അവലൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് അതിനൊന്ന് മൊരിച്ചെടുക്കുക. അതിൻ്റെ കളറൊന്നും മാറണ്ട, ജസ്റ്റ് അത് നമുക്ക് പൊടിക്കാനായിട്ട് കിട്ടിയാൽ മതി. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങയും ശർക്കരയും നമ്മൾ ചേർക്കുന്നുണ്ട്. പക്ഷെ ശർക്കര ഈ സ്റ്റേജിൽ നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ വറുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങയും കൂടി, നമുക്ക് ആവശ്യമുള്ള തേങ്ങയും കൂടി ഇട്ടിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അത് നല്ലപോലെ പോകുന്ന രീതിയിൽ, പക്ഷെ കളർ മാറി നമ്മൾ തീയിൽ ഉണ്ടാക്കുന്ന പോലെയുള്ള ബ്രൗൺ കളർ ആകണ്ട, ജസ്റ്റ് അതിൻ്റെ ആ ഒരു വെള്ളം പോയി കിട്ടിയാൽ മതി. അതിനുശേഷം അത് ചൂടാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് എത്ര ഏലക്കയാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ ഏലക്കയും മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല സ്മെല്ലാണ്. പിന്നെ ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിത് കൺസ്യൂം ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇതേ രീതിയിൽ അത് പൊടിയായിട്ട് തന്നെ നമുക്ക് സ്പൂൺ വെച്ച് കോരി കഴിക്കുന്ന രീതിയിൽ, നമ്മൾ അവലോസ് പൊടിയൊക്കെ കഴിക്കുന്ന പോലെ നമുക്കിത് കഴിക്കാം. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോളായിട്ട് കുറച്ച് നെയ്യ് ചേർത്തിട്ട്, നമ്മുടെ ഉള്ളം കയ്യിൽ നെയ്യ് ചേർത്തിട്ട് ഇതിന് ബോളായിട്ട് ഉരുട്ടി നമുക്ക് അവൽ ലഡു ആയിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാം. കുട്ടികൾക്ക് ഏത് രീതിയിൽ കൊടുത്താലും അവർക്കിത് ഇഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെ അവൽ നമ്മൾ ലഡു രൂപത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് നട്ട്സിൻ്റെ പൗഡറും കൂടി ചേർക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു തേങ്ങയും അവലും ശർക്കരയും കൂടി നമുക്ക് ഒരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കേടുകൂടാതൊക്കെ ഇരിക്കും.